பொதுவாக உங்களுடைய பார்வையில் ரொம்ப வசதி படைச்சவங்க அதிகமாக இந்த ஜாதகம் ஜோசியெல்லாம் பார்க்குறாங்களா, கஷ்டப்படுறவங்க பார்க்குறாங்களா? എന്നെ പൊറുത്തളവൊക്കെ കഷ്ടം വരുന്നവൻ എൻകിട്ട് വരുത്, വസതിയുള്ളവനാണെങ്കിലും വസതി ഇല്ലാത്തവനാണെങ്കിലും. അതായത് നമ്മളെ തേടി വരുന്നത് അവരുടെ ഫാമിലി. ഇപ്പോൾ ഒരു ടൈമിൽ അവർക്ക് കടവുൾ മേലെ നമ്പിക്ക, ജാതകത്തിന് മേലെ നമ്പിക്ക ഇല്ലാமல் இருக்கலாம். മക്കൾ വന്നിട്ട് നാളേക്ക് ഒരു കല്യാണം കഴിക്കുന്ന സമയത്തിൽ കാതൽ കല്യാണം, അല്ലെങ്കിൽ വന്നിട്ട് എന്താ പറയുക, சொன்னதനുസരിക്കാമിരിക്കുന്നത്, ഇപ്പോൾ കഞ്ചാവ്, MDM இந்த மாதிரிலாம் கெட்ட பழக்கத்திലേക്ക് മക്കൾ പോകുമ്പോൾ ആ മക്കളെ കാപ്പാത്രക്കാകതം വരുത് ഇല്ല. അപ്പോൾ കാശുള്ളവനാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഞാൻ പയ്യനെ കാപ്പാത്തണം എന്ന് കേട്ടിട്ട് വരും. ചിലവർ കാശില്ലാത്തവർക്കും അതേ പഴക്കമുള്ളവർക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചിന്ന ചിന്ന ഓപ്ഷൻസ്, പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷാംശമൊക്കെ ഉള്ളിരുന്ന് അതിനെടുക്കാനുള്ള വഴികളൊക്കെ ചൊല്ലി കൊടുക്കുന്നത്. இப்போ பகல்காமில் நடந்த ஒரு துரதிர்ஷ்டமான சம்பவம் பாகிஸ்தானுக்கு நமக்கும் மிகப்பெரிய போர் வருகின்ற ஒரு சூழ்நிலை ஏற்படுத்தியது. இதெல்லாம் வந்து ஜாதக அமைப்பினுடைய காரணமா? இது ஜாதகത്തിൻ്റെ മണിപ്പെന്ന് சொல்ல முடியாது. ഇത് നമ്മുടെ നാട്ടിലിരിക്കുന്ന നമ്മുടെ മക്കളുടെ ക്യാരക്ടർ. അതായത് എല്ലാവർക്കും ഞാൻ நல்லா இருக்கணும், അടുത്തവൻ കെട്ടുപോണാലും കുറവല്ല. അപ്പോൾ ആ ഒത്തൊരുമ നമുക്ക് രാജ്യത്തിലില്ലാത്തതിനാലതാണ്. ഇപ്പോൾ നമ്മൾ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ കുറെ ചൊല്ലിയിട്ട് தான் മക്കളെ ഏമാത്രല്ല. സായന്തരമാണ് டிவியில் 3 பேர் உட்கார்ந்து பேசுகிற. അവർ பேசுമ്പോൾ 3 പേരും കീരിയും പാമ്പും மாதிரி தான் பேசிட்டு இருக்கிறேன். அந்த டைம் முடிச்சு കഴിഞ്ഞാൽ അവർ 3 പേരുമേ പോയിട്ട് പക്കത്തിലെ ബാറിൽ പോയി തണ്ണി അടിച്ച് தான் പിരിഞ്ഞു പോരല്ല. ഇത് കേൾക്കണം നമ്മൾ தான் മുട്ടാളന്മാർ തന്നെതാണ്. അപ്പോൾ മാക്സിമം ഈ ന്യൂസിലുള്ളത് കേട്ടിട്ട് പോണത്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനുള്ള പ്രശ്നത്തിൽ നമ്മുടെ ഇന്ത്യക്കുള്ളേ വന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെടുക്കുന്നതിനാല തന്നെ ഇത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലിക്കുള്ളേ വന്നിട്ട് അപ്പ അമ്മ മക്കൾക്ക് നല്ല ബുദ്ധി ചൊല്ലിക്കൊടുക്കറേ. നല്ല ബുദ്ധി ചൊല്ലിക്കൊടുക്കുന്നത് തപ്പ് ചെയ്യണവർക്ക് മണ്ടിൽ ഏറാതെ, തപ്പ് ചെയ്യണവനക്ക് വന്നിട്ട് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൻ നല്ലവനാന്ന് നനയ്ക്കറേ. അപ്പോൾ നല്ലവനാന്ന് നനയ്ക്കുന്നവൻ അവരെ വെച്ച് ഭയപ്പെടുത്തണമെന്നും തെരിയണതില്ലല്ലോ. അപ്പോൾ പസങ്ങൾ വന്നിട്ട് ഒരു കെട്ട പഴക്കം ഇരിക്കുന്നതെന്ന് നനച്ചിരുന്നാൽ നമ്മൾ വന്നിട്ട് ആ കെട്ട പഴക്കത്തിൽ നിന്ന് റിലീഫ് ആവാൻ വേണ്ടി தான் നല്ല ബുദ്ധി ചൊല്ലിക്കൊടുക്കറേ. അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ അവർക്കത് മണ്ടയിൽ ഏറാതെ. അതേ വന്നിട്ട് അവർ പണണത് തപ്പെന്ന് തെരിഞ്ഞിട്ട് സപ്പോർട്ട് നിൽക്കുന്നവരാരാണ്? അവരുടെ കാര്യം സക്സസ് ആകർക്കാകത്താണ് ഇല്ല. അതുകൊണ്ടാണ് ഉലകമ്മ കൊന്നിട്ട് കേട്ടു. പക്ഷെ അതൊക്കെ എന്താണെന്ന് കിട്ടുക ഈ അല്ലാത്ത അതും നേരെന്താ. ഇപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗുരുദശയിൽ ബുധനോടെ ബുദ്ധി വരുമ്പോൾ അനുസരിച്ച് പോവാനുള്ള മനസ്സിരിക്കാതെ അവിടെ എതിർത്ത് നിൽക്കുന്ന എതിരാളിയുടെ കൂടെ നിന്നിട്ട് നമ്മളെയും കൂടി ചേർന്ന് ദ്രോഹം ചെയ്തിരും.